പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പല ആളുടെയും പ്രശ്നമാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയാലും വീണ്ടും നമ്മുടെ സ്റ്റോറേജ് സ്പേസ് എന്താ ഇൻക്രീസ് ആവാത്തത്, വീണ്ടും ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പല ആളുകളുടെയും പ്രശ്നമാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ അയക്കുന്ന ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും അതിൻ്റെയൊക്കെ കോപ്പി തന്നെ നമ്മുടെ മൊബൈലിലെ ഒരു ഫയൽസിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഫയൽസിൽ നിന്ന് തപ്പി പിടിച്ച് നമ്മൾ അതിലുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ തുടർന്നും ഇതുപോലെ ഉപകാരപ്പെടുന്ന ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. മാത്രമല്ല, നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ഫയൽസ് എന്ന് പറയുന്ന ഫയൽ മാനേജർ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ മൊബൈലിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഫയൽസ് ഉണ്ടായിരിക്കാം, എന്നാലും നിങ്ങൾ ഗൂഗിൾ ഫയൽസിൻ്റെ ഈ ഒരു ഫയൽ മാനേജർ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ താഴത്തോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. ഇവിടെ എനിക്ക് ഇപ്പം 72 GB ആണ് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നത്. അങ്ങനെ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ആൻഡ്രോയിഡ് എന്ന് പറയുന്ന മറ്റൊരു ഫയൽസ് ഇവിടെ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഡാറ്റ ഉണ്ട്, മീഡിയ ഉണ്ട്, OBB, ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾ മീഡിയ സെലക്ട് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഇവിടെ com.whatsapp എന്ന് പറയുന്ന ഒരു ഫയൽ കാണാൻ പറ്റും. അതിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് വാട്സപ്പിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഈ ഒരു ഫയലിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ഈ ഒരു വാട്സപ്പ് എന്ന് പറയുന്ന ഫയൽ ഒന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അക്കൗണ്ട്സ്, ബാക്കപ്പ്, ഡാറ്റാബേസ്, മീഡിയ. ഇത് നിങ്ങൾ മീഡിയ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വാട്സപ്പിലുള്ള ഓഡിയോസ് ഉണ്ടാകും, വാട്സപ്പിലെ വീഡിയോസ് ഉണ്ട്, വാട്സപ്പിലുള്ള ഇമേജസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും വാൾപേപ്പർ, വാട്സപ്പ് AI മീഡിയ, വാട്സപ്പ് ആനിമേറ്റഡ് ജിഫ്, അതുപോലെ തന്നെ വാട്സപ്പ് ഓഡിയോ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. താഴത്തോട്ട് വരികയാണെങ്കിൽ വാട്സപ്പ് ഇമേജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വാട്സപ്പ് ഇമേജസ് എന്ന് പറയുന്ന സെക്ഷനിലോട്ട് വരിക. ഇവിടെ നിങ്ങൾ ആർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആരൊക്കെ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള ഇമേജസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഈ സെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് മുകളിൽ കാണുന്ന സെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആർക്കൊക്കെ ഫോട്ടോസ് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അത് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് ക്ലിയർ ചെയ്താലും അല്ലെങ്കിൽ ഡാറ്റ നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഓപ്ഷനിൽ അതെല്ലാം റീകോപ്പി ആയിട്ട് സേവ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ വാട്സപ്പിൽ നിന്ന് എന്തെങ്കിലും ഫോട്ടോ ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് നിങ്ങളുടെ ഫോണിൽ നിന്ന് പോകുന്നില്ല. ഇവിടെ ഇതിൻ്റെ ഒരു ആവശ്യം നമുക്കില്ല ഈ ഒരു ഫയൽസിൻ്റെ. കാരണം നമുക്ക് നമ്മുടെ ഫോട്ടോസ് അയച്ചു കൊടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമല്ലോ അത് നമ്മൾ കഴിഞ്ഞു. എന്നിട്ടും ഈ ഒരു ഫയൽസൊക്കെ നമ്മുടെ മൊബൈലിൽ സേവ് ആയിട്ട് കിടക്കുന്നു. അപ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിച്ചിട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ഓൾ എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡിലീറ്റ് ബട്ടൺ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് മുഴുവനായിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. അതുവഴി നിങ്ങളുടെ സ്റ്റോറേജ് സ്പേസ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്തെടുക്കാനും സാധിക്കുന്നതായിരിക്കും. ദെൻ എഗൈൻ നിങ്ങൾ ബാക്കോട്ട് വരിക, മീഡിയ സെക്ഷനിലോട്ട് തന്നെ വരിക. ദെൻ നിങ്ങൾക്ക് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വാട്സപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതുവഴിയാണ് ഒരുപാട് സ്പേസ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഇവിടെ ഉണ്ട്. സോ ഇത് 2 വർഷം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളിത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ 2 വർഷം വരെ നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ ആർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോസ് എല്ലാം ഇവിടെ സേവ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ റീകോപ്പി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോന്ന് എത്ര MB ആണ്. ഇതൊക്കെ ചെറിയ ചെറിയ കട്ടിങ്സ് ആയിട്ടുള്ള വീഡിയോസ് കൊണ്ടാണ്. സോ നിങ്ങൾ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ദെൻ മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഓൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. എന്നിട്ട് ആ ഡിലീറ്റിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫയൽസ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ഹിഡൻ ഫയൽസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം തുടർന്നും നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്തോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തിട്ട് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്തോളൂ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.